ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൃഥ്വിരാജ് സുകുമാരൻ നായകനായി വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഖലീഫ എന്ന സിനിമ അങ്ങനെ തിയേറ്ററിലെത്തിയിരിക്കുകയാണ്. 2024 തിയേറ്ററിൽ വിജയം വരിച്ച ടർബോ എന്ന സിനിമയ്ക്ക് ശേഷം ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വൈശാഖ് ചെയ്യുന്ന അടുത്ത സിനിമയാണ് ഖലീഫ. പൃഥ്വിരാജിനും വളരെ നിർണായകമാണ് ഈ സിനിമ. തുടർച്ചയായി 2 പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ, അതായത് വിലായത്ത് പുത്ത, ഐ നോബഡി എന്നിങ്ങനെ പരാജയം ഏറ്റുവാങ്ങിയ സിനിമയ്ക്ക് ശേഷം തിയേറ്ററിലെത്തുന്ന ഖലീഫ എന്ന സിനിമയ്ക്ക് വിജയം നേടിയെടുക്കേണ്ടത് പൃഥ്വിരാജിന്റെ കൂടി ആവശ്യകതയാണ്. ഖലീഫയുടെ നിർമ്മാതാവ് കൂടിയായ ജിനൂവി എബ്രഹാം തന്നെയാണ് സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. നേരത്തെ പൃഥ്വിരാജിന്റെ കടുവ എന്ന സിനിമയ്ക്കും അതുപോലെ ടോവിനോ തോമസ് നായകനായ അന്വേഷിപ്പും കണ്ടെത്തും എന്ന സിനിമകളുടെ തിരക്കഥാകൃത്ത് കൂടിയാണ് ജിനൂവി എബ്രഹാം. 2017 പൃഥ്വിരാജിനെ നായകനാക്കി ആദം ജോൺ എന്ന സിനിമ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുമുണ്ട്. സിനിമയിൽ മോഹൻലാൽ ക്യാമിയോ റോളിലാണ് അഭിനയിച്ചിരിക്കുന്നത്. ഷമ്മി തിലകൻ, രജീഷ വിജയൻ, ഇന്ദ്രൻസ്, മാളവിക ശർമ്മ, കൃതി ഷെട്ടി, സഞ്ജു ശിവറാം, നെയിൽ, നിതിൻ മുകേഷ് എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട താരങ്ങൾ. ജോമോൻ ടി ജോണാണ് സിനിമാട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ചമൻ ചാക്കോ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നു. സ്കോർ ചെയ്തിരിക്കുന്നത് ജേക്സ് ബിജോയിയാണ്. 2 മണിക്കൂർ 39 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമ കേരളത്തിൽ ആദ്യ ഷോ തുടങ്ങിയത് രാവിലെ 9 മണിക്കാണ്. ആദ്യ ഷോയ്ക്ക് ശേഷം വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് വൈശാഖിന്റെ നല്ല മേക്കിംഗ്, പൃഥ്വിരാജിന്റെ കിടിലൻ ഇൻട്രോ, അതോടൊപ്പം മികച്ച അഭിനയം, ആക്ഷൻ സീക്വൻസുകൾ, ജേക്സ് ബിജോയുടെ തകർപ്പണ സ്കോർ എന്നിവയൊക്കെയാണ് ആദ്യ പകുതിയിലെ പ്രധാന ഐറ്റംസ്. ആവറേജ് അഭിപ്രായമാണ് ആദ്യ പകുതി നേടിയെടുത്തിട്ടുള്ളത്. എന്നാൽ ആദ്യ പകുതി അപേക്ഷിച്ച് 2ാം പകുതി എബോ ആവറേജ് ഡീസന്റ് അഭിപ്രായം സ്വന്തമാക്കിയിട്ടുണ്ട്. ലാലേട്ടന്റെ അരങ്ങേറ്റം പ്രധാനമായും 2ാം പകുതിയിലാണ്. അത് നഞ്ചന്തിന് നാനാഴി എന്ന് പറഞ്ഞതുപോലെയാണ്. കുറച്ചേ ഉള്ളുവെങ്കിലും ഈ സിനിമയെ മുന്നോട്ട് നയിക്കാൻ ലാലേട്ടന്റെ തകർപ്പൻ ക്യാമിയോ ഉപകാരപ്പെടുന്നതാണ്. പൃഥ്വിരാജ്, സുകുമാരൻ, മോഹൻലാൽ എന്നിവരുടെ ഗംഭീര പ്രകടനവും ജേക്സ് ബിജോയുടെ മികച്ച സംഗീതം, പിന്നെ അപ്രതീക്ഷിത ക്ലൈമാക്സ്. എന്നാൽ കഥയിലെ പുതുമയില്ലായ്മ, അതുപോലെ തന്നെ തിരക്കഥയുടെ ദൗർബല്യം, ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇഴച്ചിൽ, ഇതൊക്കെ സിനിമയ്ക്ക് നെഗറ്റീവായി മാറിയിട്ടുണ്ട്. ആദ്യ മണിക്കൂറുകളിൽ സിനിമയുടെ ടിക്കറ്റ് വിൽപ്പന ബുക്ക് മൈ ഷോയിൽ 2000, 3000 എന്നിങ്ങനെ ആയിരുന്നുവെങ്കിൽ പിന്നീട് അത് 5000, 6000, ഇപ്പോൾ നിലവിൽ 8000-ന് മുകളിൽ ടിക്കറ്റാണ് മണിക്കൂറിൽ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇനി സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട് ഫൈനൽ പ്രീസെയിൽ കളക്ഷനിലേക്ക് വന്നാൽ കേരളത്തിൽ 3,16,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കർണാടകയിൽ 23 ലക്ഷം, തമിഴ്നാട്ടിൽ 13 ലക്ഷം, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 3 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 5,50,000 എന്നിങ്ങനെ 3,60,00,000 രൂപയാണ് ഇന്ത്യൻ പ്രീസെയിലായി നേടിയെടുത്തിട്ടുള്ളത്. വിദേശത്ത് $2,93,000, അതായത് $2,80,00,000 രൂപ പ്രീസെയിലായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വേൾഡ് വൈഡ് ഓപ്പണിംഗ് പ്രീസെയിലായി ഖലീഫ നേടിയെടുത്തിരിക്കുന്നത് 6,40,00,000 രൂപയാണ്. നാളെ ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച ഓണം റിലീസായി തീരുന്ന മലയാള സിനിമയാണ് ബദ്ലഹേം കുടുംബ യൂണിറ്റ്. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഫഹദ് വാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ എന്നിങ്ങനെ 3 പേരാണ് സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. മമിത ബൈജു, സംഗീത് പ്രതാപ്, ധ്യാൻ ശ്രീനിവാസൻ, റോഷൻ ഷാനവാസ്, മീനാക്ഷി രവീന്ദ്രൻ, വിനയ് ഫോർട്ട്, സുരേഷ് കൃഷ്ണ, ബിന്ദു പണിക്കർ, സൃന്ദ എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട താരങ്ങൾ. അജ്മൽ സാബു സിനിമാറ്റോഗ്രാഫിയും ആകാശ് ജോസഫ് എഡിറ്റിംഗും നിർവഹിക്കുന്നു. വിഷ്ണു വിജയാണ് സംഗീത സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെ കേരള പ്രീസെയിലുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ 1,25,00,000 രൂപയാണ് നിലവിൽ നേടിയെടുത്തിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെയിൽ 1,70,00,000 എത്തിച്ചേർന്നിട്ടുണ്ട്. നാളെ വെള്ളിയാഴ്ച ഓണം റിലീസായി നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ സിനിമ തിയേറ്ററിലെത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഓഗസ്റ്റ് 26 ടോക്സിക്ക് തിയേറ്ററിലെത്തുന്നുണ്ട്. എന്തായാലും ഖലീഫ എന്ന സിനിമ ഇന്ന് തിയേറ്ററിലെത്തിയിരിക്കുകയാണ്. ഈ സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.